പറ്റുന്ന ഒരു 4 മണി പലഹാരമാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നമ്മള് ചേമ്പല എല്ലാം പറിച്ച് നമ്മള് എല്ലാം വൃത്തിയായിട്ട് കഴുകി എല്ലാം റെഡിയാക്കി വെച്ചു. നമ്മളിപ്പോ എടുത്തിരിക്കുന്ന ചേമ്പല ഈ നീല കളറുള്ള ചേമ്പലയാണ്. സാധാരണ ഏത് ചേമ്പലയാണെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. അപ്പൊ ഇത് വെച്ച് നല്ല കറുമുറ കടിക്കാൻ പറ്റുന്ന ഒരു 4 മണി പലഹാരമാണ് നമ്മള് വളരെ അധികം എന്താ പറയുക നല്ല ടേസ്റ്റോട് കൂടിയ ഒരു സാധനമാണ്. ടേസ്റ്റിയാണ്. ഈ ചേമ്പലൊക്കെ കഴിക്കാത്ത കുഞ്ഞുങ്ങൾ പോലും കഴിക്കുന്ന അത്രയ്ക്ക് അടിപൊളി, ആരോഗ്യത്തിനും വളരെയധികം നല്ല സംഭവം. അപ്പൊ നമുക്ക് നേരെ തന്നെ നമുക്ക് സമയം കളയാതെ നമ്മുടെ പരിപാടി എടുക്കാം. അപ്പൊ ആദ്യം നമുക്ക് ഈ ചേമ്പല ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമുക്ക് ഇതിനൊരു എന്താ പറയുക ഒരു കൂട്ട് തയ്യാറാക്കണം. അപ്പൊ അതിനായിട്ട് നമ്മൾ കുറച്ച് സാധനങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ചെറിയൊരു ഇഞ്ചി കഷ്ണമുണ്ട്, കുറച്ച് വെളുത്തുള്ളി അല്ലിയുണ്ട്, 3 പച്ചമുളകുണ്ട്, കുറച്ച് മല്ലിയിലയുണ്ട്. അപ്പൊ ഇതെല്ലാം കൂടെ നമുക്ക് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. പേസ്റ്റ് ആയിട്ട് നമുക്ക് ഇന്ന് അരച്ചെടുക്കണം. അതാണ് നമ്മുടെ ആദ്യത്തെ പരിപാടി. അപ്പൊ നമ്മൾ അരച്ചെടുക്കണം. നമ്മുടെ ഗ്രീൻ പേസ്റ്റ് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി ഇത് നമുക്ക് തൽക്കാലത്തേക്ക് വെള്ളം ഒഴിച്ച് അപ്പൊ ഇത് നമുക്ക് തൽക്കാലം മാറ്റി വെച്ചിട്ട് ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ചേമ്പിന്റെ ഇല ഉണ്ടല്ലോ, ഇത് നമുക്ക് ഇതിനു വേണ്ടി ഒന്ന് റെഡിയാക്കണം. അപ്പൊ ഇതിൽ നമ്മുടെ ഞെട്ടും കാര്യങ്ങളൊക്കെ ഇതിപ്പുണ്ട്. ആദ്യം നമുക്ക് ഈ ഞെട്ടങ്ങ് മുറിച്ച് കളഞ്ഞിട്ട് ഇതിന്റെ ഈ ഞരമ്പുണ്ടല്ലോ, ഈ വലിയ ഞരമ്പ്, ഇത് നമുക്ക് അങ്ങ് മുറിച്ചെടുക്കണം. പക്ഷെ ഇല ഒരു കാരണവശാലും കീറരുത്. കീറാതെ നമ്മളിത് വളരെ കെയർഫുൾ ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഈ സംഭവം ഇത് ഇതുപോലെ അങ്ങോട്ട് നമ്മൾ മുറിച്ചെടുക്കണം. നല്ല മൂർച്ചയുള്ള പിച്ചാത്തിയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും. കീറി പോയി കഴിഞ്ഞാൽ നമ്മുടെ പണി പാളും. കണ്ടതേ വളരെ പയ്യെ നമുക്കിത് മുറിച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സൈഡിലെ ഞരമ്പിനും കട്ടിയുണ്ടെന്നുണ്ടെങ്കിൽ അതും ഒന്ന് നമ്മൾ മാറ്റിയെടുക്കുക. ഇത് തീരെ ചെറിയ ഇലയാണെന്നുണ്ടെങ്കിൽ ഇത്രയും പ്രശ്നം വരത്തില്ല സംഭവം. ഇപ്പൊ നമുക്ക് എടുത്തിരിക്കുന്ന അത്യാവശ്യം വലുപ്പമുള്ള ഇലയാണ്. അത് നമുക്ക് നമ്മുടെ എന്താ പറയുക നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് വലിപ്പമൊക്കെ നോക്കി. ഇതിപ്പോൾ നമുക്ക് ഇവിടെ മാർക്കറ്റിൽ ഇല വാങ്ങിക്കാൻ കിട്ടും. ഇപ്പം നാട്ടിൽ നമ്മളങ്ങനെ ചേമ്പിൻ്റെ ഇല മാർക്കറ്റിൽ കണ്ടിട്ടില്ല അങ്ങനെ. അപ്പോൾ നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടല്ലോ ചേമ്പ്. അപ്പോൾ അത് ഉപയോഗിച്ചാൽ മതി. സംഭവം മീഡിയം വലിപ്പമുള്ളത് എടുക്കാനായിരിക്കും നല്ലത്. അപ്പോൾ നമ്മൾ അത് കളഞ്ഞിട്ടുണ്ട്. ചേമ്പല സാധാരണ നമ്മള് തോരനും കറിയൊക്കെ അല്ലേ വെക്കുന്നത്. അതെ, ഇത് അതിനേക്കാളൊക്കെ വ്യത്യസ്തവും എന്നാൽ വളരെയധികം നമുക്ക് എന്താ പറയുന്നത് ടേസ്റ്റും ഗുണവും ഒക്കെ ഉള്ളൊരു സാധനമാണ്. അപ്പോൾ നമ്മൾ ആ ഞരമ്പ് മുറിച്ച് കളഞ്ഞു. അപ്പോൾ ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ഈ ചപ്പാത്തി പരത്തുന്ന നമ്മൾ സാധനം വെച്ചിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് ഇതൊന്ന് ഇങ്ങനെ റെഡിയാക്കി എടുക്കണം. അപ്പം ആ ഒരു പൊങ്ങി നിൽക്കുന്ന എല്ലാ ഞരമ്പ് ചെറിയ ചെറിയ ഞരമ്പുകൾ നമ്മൾ മുറിച്ചിട്ടില്ലല്ലോ, അപ്പൊ അതെല്ലാം ഒന്ന് താന്ന് കിട്ടണം. അതാണ് നമ്മുടെ ആവശ്യം. അതെ, എന്നാലും ഇത് നമ്മൾ പിടിക്കുന്ന പിടിയിൽ ഈ സാധനം വരത്തുള്ളൂ. നമ്മൾ ഉദ്ദേശിക്കുന്ന രീതി കിട്ടണമെങ്കിൽ ഇങ്ങനെ വന്ന് ചപ്പാത്തിയുടെ കല്ല് വെച്ചിട്ട് ഇത് എന്തോ പറയുന്നത് ഉരുട്ടുന്ന സാധനം റോളിംഗ് പിൻ ഇത് വെച്ചിട്ട് ഇതുപോലെ ഇത് കംപ്ലീറ്റ് അങ്ങനെ നമ്മൾ എടുത്തിരിക്കുന്ന എന്തുമാത്രം ചേമ്പിന്റെ ഇലയാണോ നമ്മൾ എടുക്കുന്നത്. കാര്യം ഇത് ഒരു സെറ്റ് ഉണ്ടാക്കാനായിട്ട് ഒരു 4 ഇലയെങ്കിലും വേണം. അപ്പൊ അത് നമുക്ക് എത്രണ്ണം നമുക്ക് തയ്യാറാക്കണം, അതിനനുസരിച്ച് നമുക്കിത് ഇങ്ങനെ റെഡിയാക്കി എടുക്കാം. ഇതല്ല, അപ്പൊ ഇതല്ല സോഫ്റ്റ് ആയി സംഭവം. ഇപ്പൊ നല്ലതായിട്ട് ഇപ്പൊ ഉണ്ടായിരുന്ന ഇതൊന്നും നമ്മൾ വെട്ടിയില്ലല്ലോ, പക്ഷെ എന്നാലും അതെല്ലാം നന്നായിട്ട് സോഫ്റ്റ് ആയി സാധനം. അതായത് ഇപ്പൊ നമ്മുടെ അടുക്കളയിൽ കൗണ്ടർ ടോപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ അതിലോട്ട് നിവർത്തിയിട്ട് നമുക്ക് സൗകര്യത്തോടെ നമുക്ക് ചെയ്തെടുക്കാം, എളുപ്പ രീതിയിൽ ചെയ്തെടുക്കാം. അപ്പം നമ്മൾ എടുത്തിരിക്കുന്ന ഒരു 4 ഇലയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഈ 4 ഇലയെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ട് നമുക്ക് ബാക്കി പരിപാടിയിലേക്ക് നമുക്ക് കിടക്കാം. നമ്മൾ ഇല കംപ്ലീറ്റ് ഇത് എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ 4 ഇലയാണ് നമ്മൾ റെഡിയാക്കിയത്. സ്മൂത്താക്കി റെഡിയാക്കിയിട്ടുണ്ട്. അപ്പം ഇനി ഇതിപ്പം ഇവിടെ ഇരിക്കുന്ന സമയത്തിന് നമുക്ക് നമ്മുടെ എന്താ പറയുക നമ്മുടെ ഇതിൻ്റെ അകത്ത് ചേർക്കാനുള്ള ഒരു പ്രത്യേക കൂട്ടുണ്ട്. അപ്പൊ ആ കടലമാവ് നമുക്ക് എടുക്കാം. നമ്മളിതിനകത്ത് ഉപയോഗിക്കുന്ന പൊടി എന്ന് പറഞ്ഞാൽ കടലമാവാണ്. അപ്പൊ നമ്മള് 2 കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്, നമ്മുടെ സാധാരണ കടലമാവ് തന്നെ. പിന്നെ നമ്മള് അരച്ച് എടുത്ത നമ്മുടെ പേസ്റ്റ് ഗ്രീൻ പേസ്റ്റ്, അത് തന്നെ ഗ്രീൻ പേസ്റ്റ്, അത് മുഴുവനോടെ നമ്മൾ ചേർത്ത് കൊടുക്കാണ്. ഇനി നമുക്ക് ചേർക്കാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഉപ്പ്, ഗരം മസാല ഉണ്ട്, പിന്നെ നമ്മുടെ കാശ്മീരി മുളക് പൊടി, പിന്നെ ഒരു സ്വല്പം മഞ്ഞൾപ്പൊടി. ഇത്ര സാധനം നമ്മൾ ചേർത്തിരിക്കുന്നത്. അപ്പൊ നമ്മള് പച്ചമുളക് ചേർത്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ കാശ്മീരി മുളക് പൊടി മാത്രം ചേർക്കുന്നത്. പിന്നെ കൂടുതൽ എരിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ സാധാരണ മുളക് പൊടി ചേർക്കാവേ.
അപ്പം നമ്മൾ അത് മുഴുവനും ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ എരിവൊക്കെ ഒന്ന് എന്താ പറയുന്ന ഒരു പോരല്ലോ, എരിവ് മാത്രം പോലെ നമുക്കൊരു ഇച്ചിരി മധുരം കൂടെ വേണ്ടേ. അപ്പം ഇത് നമ്മുടെ ശർക്കരയാണ്, ശർക്കര പൊടിയാണ്. അപ്പം അത് നമുക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ശർക്കര പൊടി കൊണ്ട് ചേർത്തോ. അപ്പം ഇതിനൊരു രുചി എന്ന് പറഞ്ഞാൽ ഉപ്പ്, മധുരം, എരി, പുളി അങ്ങനെ എല്ലാം കൂടെ ഉള്ളൊരു സ്പെഷ്യൽ ടേസ്റ്റാണ്. ആർക്കും ഇഷ്ടപ്പെടുന്നൊരു രുചിയാണ് സംഭവം. ഇത് നമ്മുടെ എള്ള് വെള്ളയാണ്. നമ്മള് കറുത്ത എള്ള് വേണമെങ്കിലും ഉപയോഗിക്കാവേ. നമ്മുടെ ഇവിടെ ഏതാ കിട്ടുന്ന വെച്ചിട്ട് അത് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണാൻ കുറച്ചൊരു ഭംഗി കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ വെളുപ്പം എടുക്കുന്നത്. എല്ലാത്തിനും ഗുണമൊക്കെ ഏകദേശം ഒക്കെ ഒരുപോലെ തന്നെയാണ്. കറുത്ത വേണേലും എടുക്കാവേ. നാട്ടില് കൂടുതലും എല്ലാരും കറുത്ത എള്ളല്ലേ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇനി നമുക്ക് ഇതിനകത്തോട്ട് ചേർക്കേണ്ട വേറെ സാധനമുണ്ട്. അത് നമ്മുടെ കായപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഈ നമ്മുടെ കടലമാവിനുണ്ടല്ലോ ഇപ്പൊ കഴിക്കുമ്പോഴേ ചില ആൾക്കാർക്ക് ഒരു ഗ്യാസും ഒക്കെ ഡൈജഷന്റെ പ്രശ്നമൊക്കെ വരും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇച്ചിരി കായപ്പൊടിയും ചേർത്തിട്ടുള്ളത്. അല്ലെങ്കിൽ തന്നെ നമ്മൾ ഇഞ്ചി ചേർത്തിട്ടുണ്ട്. അപ്പൊ അത് കാരണം അങ്ങനെ വലിയ പ്രശ്നം വരത്തില്ല. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് വെച്ചാൽ ഇത് നമ്മുടെ വാളംപുളി കലക്കി വെച്ച വെള്ളമാണ്. ചെറിയൊരു നെല്ലിക്ക വലിപ്പമുള്ള അത്രയും വാളംപുളി എടുത്തിട്ട് നമ്മൾ വെള്ളത്തിൽ കലക്കി എടുത്താണ്. അപ്പൊ അതും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുത്തിട്ട് എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇനി ഇതിൻ്റെ അകത്ത് ഉപ്പ് നമ്മൾ നേരത്തെ തന്നെ ചേർത്താണ്. അപ്പോൾ അത് കാരണം നമുക്കിനി ഉപ്പ് ചേർക്കണ്ട. എന്നാലും ഉപ്പ് വല്ലതും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഒന്നുകൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. കുഴച്ചെടുത്തതിന് ശേഷം നമുക്കിത് കുഴക്കാൻ ചിലപ്പം ഈ വാളംപൊടി കലക്കി വെച്ച വെള്ളം മതിയാകത്തില്ല. അപ്പോൾ ആവശ്യത്തിന് നമുക്ക് അത്യാവശ്യം വെള്ളം ചേർത്തും കൂടെ കൊടുക്കാം. എന്നാലും നല്ല കട്ടിക്കാണ് നമുക്കിതിൻ്റെ ഒരു പരുവം വേണ്ടിയത്. ഇപ്പം നമ്മളുടെ ഇത് കറക്റ്റാണ്, അളവ് കറക്റ്റാണ്. അതെ, ഈ ഒരു കട്ടിക്ക് കിട്ടേണ്ടത്. എന്നാലേ നമുക്കിത് ചെയ്തെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. ജസ്റ്റ് ഒരു ഇച്ചിരി ഇങ്ങനത്തെ ഉപ്പ് നോക്കിയേക്കാം. കാരണം ഈ ഇലയുടെ കൂടെ ചേർത്തിട്ട് വേണം നമ്മൾ ഉപ്പ് ഇടാനായിട്ട്. അപ്പൊ അതുകൊണ്ട് അതിനനുസരിച്ചിട്ട് ഉപ്പ് ചേർത്ത് ആദ്യം തന്നെ കൂടുതലിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ കൂടിപ്പോയെങ്കിലോ എന്ന് വിചാരിച്ച് നമ്മൾ രണ്ടാമത് ചേർക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പൊ അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പിന്നെ ഇലക്കൂടെ ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഉപ്പുണ്ട്, പുളിയുണ്ട്, മധുരമുണ്ട്, എരിയുണ്ട്, എല്ലാ സാധനമുണ്ട്. അപ്പൊ അതുകൊണ്ട് നല്ല ടേസ്റ്റ് ആണ് ഈ സാധനത്തിന്. അത് തന്നെ. നല്ല അത്യാവശ്യം നല്ല കട്ടിക്ക് തന്നെ നമ്മളിത് റെഡിയാക്കി ഈ ഒരു പരുവത്തിൽ നമ്മൾ റെഡിയാക്കി എടുക്കുന്നത്. ഇനിയിപ്പോൾ നമ്മുടെ മെയിൻ പരിപാടി നമുക്ക് ചെയ്യാം. നമ്മുടെ മാവെല്ലാം അത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ അടുത്ത പരിപാടി നമുക്ക് കിടക്കാം. അപ്പോൾ നമ്മുടെ ചേമ്പിന്റെ ഇല നമ്മളെടുത്ത് നല്ലതായിട്ട് നൂർത്ത് അകവശം ഇങ്ങനെ അത് തന്നെ ഈ എന്താ പറയുക നമ്മൾ കട്ട് ചെയ്ത് പറ്റിയ ഭാഗം ഉണ്ടല്ലോ അത് വെളിയിലാക്കണം. ആ രീതി വേണം വെക്കാനായിട്ട്. എന്നിട്ട് നമുക്ക് ഈ മാവ് ഇതിലോട്ട് നന്നായിട്ട് തേച്ചങ്ങ് പിടിപ്പിക്കണം. അതാണ് നമ്മുടെ ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത്. അപ്പോൾ ഈ കൗണ്ടർ ടോപ്പ് ഉണ്ടെങ്കിൽ അതായിരിക്കും സൗകര്യം. ഇപ്പം നമ്മളൊരു ചെറിയ സംവിധാനത്തിലാണ് നമ്മൾ ചെയ്യുന്നത്. കാര്യം ഇത് അത്യാവശ്യം വലിയ ഇലയാണ് നമുക്ക് കിട്ടിയ വലിയ ഇലയാണ്. ചില സമയത്ത് നിന്ന് കഴിഞ്ഞാൽ ചെറിയ ഇല കിട്ടും. പക്ഷെ ഇന്ന് കിട്ടിയപ്പോഴത്തേക്ക് നല്ല അടിപൊളി ഇലയാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ ഇത് നന്നായിട്ട് ഇതിലിങ്ങനെ തേച്ച് പിടിപ്പിക്കണം. ഒത്തിരി കട്ടിക്ക് വേണ്ട, എന്നാൽ ഒരു മീഡിയം കട്ടിക്ക് എല്ലായിടത്തും പറ്റുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് പുരട്ടിയെടുക്കണം. അതാണ് നമ്മുടെ ആദ്യത്തെ പരിപാടി. ഇത് എന്താ പറയുന്നത്, കനം എല്ലായിടത്തും ഒരുപോലെ ആകണം. കൂടുകയും കുറയുകയും ചെയ്യാതെ എല്ലായിടത്തും ഒരേ തരത്തിൽ പുരട്ടിയെടുക്കാം. അപ്പോൾ ഇത് നമ്മൾ മുഴുവൻ അങ്ങ് പുരട്ടിയെടുക്കട്ടെ. എന്നിട്ട് കാണാം. നമ്മുടെ ഇലയിൽ നമ്മുടെ ബാറ്റർ കംപ്ലീറ്റ് തേച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമ്മൾ ഒരു ഇതാണ്. ഇനി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ഇല നമ്മൾ എത്ര ഇല എടുക്കുന്നതെന്ന് വെച്ചാൽ അത് ഓരോന്നോരോന്നായിട്ട് നമ്മളിങ്ങനെ വെച്ച് കൊടുക്കണം. അപ്പോൾ ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് പിടിക്കാവോ? നമ്മുടെ ഇലക്ക് ഇച്ചിരി വലിപ്പം. എന്നിട്ട് ഇത് നന്നായിട്ട് അങ്ങോട്ട് nuവർത്തിട്ട് നമ്മൾ ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഇവനെ അങ്ങോട്ട് വെച്ച് കൊടുക്കണം. ഇതുണ്ടോ ഇങ്ങനെ. അപ്പോൾ ഇത് ഇവിടെ ഇതേപോലെ ഇങ്ങനെ വരുവേ. രണ്ടും ഒരെണ്ണം ഇങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരെണ്ണം അങ്ങോട്ട് വെക്കുക. അതാണ് അതിന്റെ തലതിരിക്കുക. എന്നിട്ട് ഇതുപോലെ തന്നെ നമ്മളിപ്പോൾ ഇതേലും മാവ് തേച്ചില്ലേ, അതുപോലെ തന്നെ ഇതേലും കൂടെ മുഴുവൻ മാവ് തേച്ചെടുക്കണം. അതാണ് നമ്മുടെ പരിപാടി. ഇതിപ്പോൾ ഇച്ചിരി വലിപ്പം കൂടി പോയതുകൊണ്ട് ഇച്ചിരി സർക്കസ് ആണ്. അതുകൊണ്ട് നമ്മൾ ഇത് തേച്ചിട്ട് നമുക്കിനി കാണാം. മാവ് കംപ്ലീറ്റ് നമ്മൾ
തേച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇലയുടെ വലിപ്പം കൂടിയോണ്ട് ഒരു ഇച്ചിരി സാഹസികമായി പോയി. എത്ര ഇല വേണേലും ഉപയോഗിക്കാം, 3ഓ 4ഓ 2ഓ ഒക്കെ വേണേലും ഉപയോഗിക്കാതെ. അപ്പോൾ ഇനി നമുക്കുണ്ടല്ലോ ഇത് അടുത്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്കൊന്ന് ഫോൾഡ് ചെയ്യണം. അപ്പോൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഈ സൈഡ് ഉണ്ടല്ലോ അത് നമ്മളിത് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് മടക്കിയെടുക്കണം. അല്ല ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കുക. അതേപോലെ തന്നെ നമ്മൾ ഇപ്പുറത്തെ സൈഡ് മടക്കുക. ഇതാണ് ഇതിനകത്തെ മെയിൻ പരിപാടി എന്ന് പറയുന്നത്. എന്നിട്ട് നമ്മൾ ഇത് ഒന്ന് ചുരുട്ടണം. എന്നിട്ട് നമ്മൾ ഈ ഭാഗമില്ലേ അവിടേക്ക് നമ്മുടേക്ക് അത് മുഴുവൻ അങ്ങനെ ഒരുപാട് വേണമെന്നില്ല, ഒരല്പം ആ ഒരു കോട്ടിങ് വന്നു കഴിഞ്ഞാലുണ്ടല്ലോ നമുക്ക് ആ ഒരു ലെയറും റെഡിയാവും. മാത്രമല്ല ഇതൊരു ഊരിപ്പോകത്തുമില്ല. ഈ കടൽമാവായതുണ്ടല്ലോ ഇതിന് അത്യാവശ്യം നല്ലൊരു ഒട്ടിപ്പിടിച്ചിരുന്നുള്ളൂ. അതുകൊണ്ട് നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല. അങ്ങനെ നമുക്ക് ഇത് ഇങ്ങനെ മുഴുവനായിട്ട് നമുക്ക് ഇതൊന്ന് ചുരുട്ടിയിടാം. ഇടയ്ക്കിടയ്ക്ക് ഇത് മാവ് തേച്ച് കൊടുക്കുക. അപ്പോൾ അവനോട് നന്നായിട്ട് ഒട്ടിയിരുന്നുള്ളൂ. നമ്മൾ പശ തേച്ച് പേപ്പറൊക്കെ പടക്കത്തില്ല, അതിൻ്റെ വേറൊരു പതിപ്പ്. അപ്പോൾ ഇത് നമുക്ക് വലിപ്പം കൂടുന്നതിനനുസരിച്ച് നമുക്ക് ഇതിങ്ങോട്ടൊന്ന് വെച്ച് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ട് നമുക്കിതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മാവ് തേച്ച് കൊടുത്തിട്ട് ഇതിങ്ങനെ നല്ല ഭംഗിക്ക് നമുക്ക് ചുരുട്ടിയെടുക്കുക. ചുരുട്ടേക്കട്ടെ ഇവിടെ കൂടെ തേച്ചോ. അത് ഇത് സ്വല്പം പ്രോസസ് ഉള്ള ഒരു പരിപാടിയാണ്. ഇച്ചിരി സമയം വേണം ലാസ്റ്റിൽ ഒന്ന് അടയ്ക്കാനായിട്ട്. ഈ സീൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ കൂടെ മാവ് തേച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്ക് പിന്നെ നമുക്ക് അടുത്ത പരിപാടി. നമ്മുടെ റോള് റെഡി ആയിട്ടുണ്ട് സംഭവം. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റോൾ ചെയ്ത് വെച്ച നമ്മുടെ ഈ സംഭവം ഉണ്ടല്ലോ, ഇനി അടുത്ത പരിപാടി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തന്നെ ഇവിടെ ഒരു കുക്കറിൻ്റെ അകത്ത് നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് ആവി കയറ്റാനായിട്ട് നമ്മുടെ ഇഡലി തട്ട് മതി. അത് തന്നെ നമ്മുടെ ഇഡലി തട്ടോ. അപ്പൊ ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് വെച്ച് കൊടുത്തിട്ട് ഇതൊന്ന് നമുക്ക് ആവിയിലൊന്ന് ഇവനെ ഒന്ന് വെന്തെടുക്കണം. അതാണ് നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറയുന്നത്. നമുക്ക് നമ്മുടെ കുക്കർ ഒന്ന് തുറന്ന് നോക്കാം. അത്യാവശ്യം വെന്തിട്ടുണ്ട് സാധനം, അത്യാവശ്യം എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട് സംഭവം. നല്ല അടിപൊളിയായിട്ടുണ്ട് സാധനം. ഇനി നമുക്കുണ്ടല്ലോ ഇതെടുത്തിട്ട് നമുക്ക് ഇങ്ങോട്ടൊന്ന് മാറ്റി വെച്ചാൽ ഇത് നന്നായിട്ടൊന്ന് തണുക്കണം. അതാണ് നമ്മുടെ അടുത്ത പരിപാടി. അപ്പോൾ ഇതിങ്ങനെ എടുത്ത് അങ്ങോട്ട് മാറ്റി അങ്ങോട്ട് വെക്കുക. അതിനുശേഷം ഇത് തണുക്കുന്നവരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. നന്നായിട്ട് തണുക്കണം. തണുത്തിട്ട് വേണം നമുക്ക് ബാക്കി പരിപാടി ചെയ്യാനായിട്ട്. അപ്പോൾ ഇതിവിടെ ഇങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ നമ്മുടെ സംഭവം നന്നായിട്ട് തണുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് തണുത്ത് കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ ഇതൊന്ന് നന്നായിട്ട് ഇട്ട് പോരും. നല്ല സ്റ്റിഫായിട്ട് നിൽക്കും സാധനം. ഇനി നമ്മുടെ കട്ടിംഗ് ബോർഡ്, അതായത് നമ്മുടെ ചപ്പാത്തി കല്ല്, അതാണ് നമ്മുടെ കട്ടിംഗ് ബോർഡ്. അപ്പോൾ അതിലോട്ട് വെച്ചിട്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ചത്തിയൊക്കെ നമ്മൾ തേച്ചെടുക്കുക. അതിനുശേഷം ഇതൊന്ന് മുറിച്ചെടുക്കുന്നത് വെച്ചാൽ വളരെ കെയർ ആയിട്ട് വേണം ചെയ്യാനായിട്ട്. അതെ ഇതേണ്ട ഇങ്ങനെ വേണം നേരെ മുറിക്കുക. നല്ല മൂർച്ചയുള്ള പിച്ചാത്തിയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് മുറിച്ചെടുക്കാൻ പറ്റും. അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് സാധനം. അപ്പൊ ഇത് കട്ട് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചോണം, ഒരു സെന്റിമീറ്റർ ആ ഒരു കനത്തിൽ വേണം നമുക്കിത് മുറിച്ചെടുക്കാനായിട്ട്. കുറഞ്ഞു പോകരുത്. ഇങ്ങനെ വേണം നമുക്കിത് മുറിച്ചെടുക്കാൻ. അപ്പൊ ഇതുണ്ടല്ലോ നന്നായിട്ട് തണുത്ത് കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ നല്ല നമ്മൾ ലെയർ നന്നായിട്ട് കിട്ടുകയും ചെയ്യും. അത് തന്നെയല്ല നല്ല കട്ടിയായിരിക്കും ഈ സാധനത്തിന്. ഇത് കണ്ട നന്നായിട്ട് സംഭവം കിട്ടുന്നുണ്ട്. അപ്പോൾ അതുപോലെ നമുക്കിത് മുഴുവൻ നമുക്കിതൊന്ന് മുറിച്ചെടുക്കണം. നമ്മൾ സാധാരണ ഇല കിട്ടി കഴിഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ് തോരൻ വെക്കും. നമ്മുടെ ഒരു പരിപാടി എന്ന് വെച്ചാൽ ഇല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തോരൻ വെക്കുക, അതൊക്കെയാണല്ലോ നമ്മുടെ പരിപാടി. പക്ഷേ ഇതൊക്കെ ഉണ്ടല്ലോ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ ചെയ്ത് നോക്കിയാലേ അതിൻ്റെ ഒരു ഇത് പറയുന്നത് വ്യത്യസ്തമായ ഒരു ടേസ്റ്റ് ആണല്ലോ. നമ്മൾ സാധാരണ കൂട്ടുന്ന ഒരു രീതിയിലല്ല അത്. പക്ഷേ ഇച്ചിരി നേരം എടുക്കുകയും കൂടി ഉണ്ടല്ലോ ഇതിന്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര അടിപൊളി സാധനം. നമ്മൾ ആദ്യമായിട്ടൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ ഇച്ചിരി സമയം എടുക്കുന്നത്. നമ്മളിപ്പോൾ 1-2 പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് വലിയൊരു അധ്വാനമായിട്ട് കംപ്ലീറ്റ് ഒന്ന് മുറിച്ചെടുത്തിട്ട് നമുക്ക് ഇനി ബാക്കി ഇനിയുണ്ട് കേട്ടോ, കുറച്ച് പരിപാടികളുണ്ട്, കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇതൊന്ന് മുറിച്ചെടുക്കട്ടെ. നമുക്കിത് മുഴുവൻ ഇതുപോലെ ഒന്ന് മുറിച്ചെടുക്കാം. നമ്മൾ മുഴുവൻ കട്ട് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഇതാണ് ഇവിടെ ഒരു ചീനച്ചട്ടിക്കകത്ത് എണ്ണ നന്നായിട്ട് ചൂടാകാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയാണ് നമ്മളിതിൻ്റെ ഫൈനൽ സ്റ്റേജ് വരുന്നത്.
അപ്പൊ ഇനി നമുക്ക് എണ്ണ ചൂടായല്ലോ. എണ്ണ ചൂട്. അപ്പൊ ഓരോരോ പീസായിട്ട് നമുക്ക് ഇതിട്ടൊന്ന് ഫ്രൈ ചെയ്യണം. നമുക്ക് ഷാലോ ഫ്രൈ വേണേലും ചെയ്യാമേ. പിന്നെ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നല്ല മൊരിഞ്ഞ് കിട്ടും. അതെ, നമ്മുടെ ചട്ടി ചെറുതായതുകൊണ്ട് നമ്മൾ 1-2 പീസ് ഇട്ട് നമ്മൾ ചെയ്യുന്നത്. 2-3 പീസൊക്കെ മാത്രമായിട്ടിട്ട് വലിപ്പം അനുസരിച്ച് നമുക്കത് ചെയ്തെടുക്കാം. അപ്പൊ ആദ്യമേ തീ ഇച്ചിരി കുറച്ച് വെച്ചിട്ട് വേണം നമുക്കിത് മൂപ്പിച്ചെടുക്കാനായിട്ട്. കാരണം ഈ കടലമാവേ പെട്ടെന്ന് അങ്ങ് മൂത്ത് പോകുമല്ലോ, കരിഞ്ഞു പോകുമല്ലേ. അതുകൊണ്ട് അത് തന്നെയല്ല, ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചോണം കേട്ടോ. നമ്മുടെ മാവ് ഒട്ടത്തില്ല, എന്നാലും ഒന്ന് നോക്കിക്കോ. അപ്പൊ ഇനി നമുക്ക് ഇതുണ്ടല്ലോ ഒരു ബ്രൗൺ ഷെയ്ഡ് ആകുന്നവരെ നമുക്കിതൊന്ന് മറിച്ചിട്ട് നമുക്കിതൊന്ന് വറുത്തെടുക്കണം. അതാണ് നമ്മുടെ അവസാനത്തെ പരിപാടി. ലാസ്റ്റ് പരിപാടി എന്ന് പറയുന്നത് അതാണ്. നമ്മളുണ്ടല്ലോ ഈ റോൾ ഉണ്ടാക്കത്തില്ലേ, റോൾ ഉണ്ടാക്കിയിട്ട് കൂടുതൽ ഉണ്ടാക്കുവാണെങ്കിൽ ഫ്രീസറിൽ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ വറുത്ത് അന്നേരം എടുക്കാവേ. അങ്ങനെ ചെയ്താലും നല്ലതായിരിക്കും. സമയം കിട്ടുമ്പോൾ ഇങ്ങനെ റോൾ ഉണ്ടാക്കി ഫ്രീസറിൽ ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലോ സിപ്പ് ലോക്കിലോ കവറിലോ ഒക്കെ ആയിട്ട് എടുത്ത് വെച്ചോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യമുള്ള അനുസരിച്ചിട്ട് മുറിച്ച് നമുക്ക് വറുത്തെടുക്കാം. അപ്പം അങ്ങനെ വേണേലും ചെയ്യാം. അപ്പം ഇത് ഒന്ന് 2 സൈഡും ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മറിച്ചിട്ടിട്ട് ഇതൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ അത് വറുത്തെടുത്തിട്ട് നമുക്ക് കാണാം. നമ്മൾ ആദ്യം ഇട്ട സംഭവം ഉണ്ടല്ലോ, നന്നായിട്ട് ഫ്രൈ ആയി നല്ല റെഡി ആയിട്ട് പരുവത്തിൽ ആക്കി എടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്കത് കോരി എടുക്കാവേ. ആ എണ്ണ അങ്ങ് വാർന്നു പോയിട്ട് കഴിയുമ്പോഴത്തേന് അതിൻ്റെ അകത്ത് അധികം എണ്ണയൊന്നും കുടിച്ച് എണ്ണ അധികം നിൽക്കത്തൊന്നുമില്ല കേട്ടോ. ഇതുണ്ടല്ലോ നമ്മളെ കാണുമ്പോഴത്തേക്ക് ഒരുപാട് എണ്ണയാണെന്ന് തോന്നും, പക്ഷെ എണ്ണ നിൽക്കത്തില്ല. അപ്പം ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇനി നന്നായിട്ടൊന്ന് തണുക്കണം. നന്നായിട്ട് തണുത്താലേ കഴിക്കാൻ പറ്റത്തുള്ളേ. അതെ അതെ, ഇത് ചൂടോടെ കഴിക്കുന്ന സാധനമല്ല, ഇത് തണുത്തിട്ട് കഴിക്കുന്ന ഒരു സാധനം കേട്ടോ. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. നമ്മളപ്പോൾ അത് നമ്മുടെ രണ്ടാമത്തെ സെറ്റ് നമ്മൾ കോരി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ സെറ്റ് ഇവിടെ നല്ല തണുത്ത് റെഡിയായിരിക്കുന്നുണ്ട്. അപ്പം ഇനി നമുക്കിതിൻ്റെ രുചി ഒന്ന് നോക്കാം. അപ്പോൾ ഇതുണ്ടല്ലോ, ഒന്നെങ്കിൽ എന്തെങ്കിലും നമ്മുടെ ടൊമാറ്റോ സോസോ അല്ലെങ്കിൽ സേഷ്വാൻ ചട്നിയോ എന്തെങ്കിലും കെച്ചപ്പോട് ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. അല്ലാതെ തന്നാണെങ്കിലും നല്ലതാണ്. അടിപൊളി ടേസ്റ്റാണ് ഈ സാധനം. നല്ല കറുമുറാന്ന് ഇരിക്കുന്നു. അതെ, നല്ല ക്രിസ്പിയാണ് സാധനം. നല്ല കറുമുറായിട്ടിരുന്നു. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത. അപ്പൊ എന്തായാലും കൊള്ളാം. ചേമ്പില നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ചേമ്പുള്ളതാണ്. അപ്പം ചേമ്പില വെച്ചിട്ട് നമ്മൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്ത ഒരു സാധനം ചിലപ്പം ചെയ്തിട്ടുള്ളവരുണ്ടാവും കേട്ടോ. കുഞ്ഞുങ്ങളൊന്നും ചേമ്പലൊന്നും കഴിക്കത്തില്ല. അതെ, ഇതുപോലെ നമ്മൾ ചേമ്പല എടുക്കുമ്പോഴത്തേക്ക് ചൊറിയുന്നോ അങ്ങനെയുള്ള പേടിയും കാര്യങ്ങളൊന്നും വേണ്ട. നല്ല അടിപൊളി ഒരു സംഭവമാണ്. 4 മണിക്കോ അല്ലെങ്കിൽ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് അവർ ട്രീറ്റ് ചെയ്യാനായിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു വിഭവമാണ്. അപ്പോൾ ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്നുള്ളതൊന്ന് അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മളെപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ ചാനൽ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഒന്ന് ചാനൽ നമുക്ക് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളോട് കൂടി സഹകരിക്കുക. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് ഓൺ ചെയ്യണേ. അതിൻ്റെ കൂടെയുള്ള ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടെ. നോട്ടിഫിക്കേഷൻ അല്ല ചിലപ്പോൾ കിട്ടത്തില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കുക. പിന്നെ അപ്പം ഇത് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായമൊക്കെ ഒന്ന് പറയണേ. അതെ, എന്തായാലും അഭിപ്രായം പറയണം കേട്ടോ. അപ്പം വ്യത്യസ്തമായ വേറൊരു രുചിക്കൂട്ടുമായിട്ട് നമുക്ക് നാളെ കാണാം. അപ്പോൾ എല്ലാവർക്കും നല്ല ചേമ്പില ഒരു വിഭവമായിട്ട് നമ്മൾ ഇന്ന് വന്നത്. അപ്പോൾ നാളെ നമ്മൾ വ്യത്യസ്തമായ വേറൊരു വിഭവമായിട്ട് വരും. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ. I don't give a fuck what you say. Yeah, I'ma do shit my way. So you can go kick rocks, I'ma stack bricks up, build what I want to make. Yo, I got a lot of shit to say, so I'ma do this every day. I'll be writing things until I'm fucking buried in my grave.